ഹലോ സ്റ്റുഡൻസ് ആൻഡ് ഡിയർ പേരൻസ്, ഞാൻ സ്റ്റെന്നി ജെയിംസ്, ബയോളജിയുടെ സീനിയർ ഫാക്കൽറ്റി ഇൻ ബെർലിൻ സ്റ്റഡി സെൻറ്റർ പാല. അപ്പോൾ ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ എനിക്ക് സന്തോഷമുണ്ട്. അത് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരേ മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഫാക്കൽറ്റി ആയിട്ടും ഒരു സക്സസ്ഫുൾ പേരൻ്റായിട്ടും കൂടെയാണ്. നമുക്കറിയാം, ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് കയറി കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് ടാർഗറ്റുകൾ മനസ്സിലേക്ക് വരുന്നു, ഒരുപാട് എയിംസ്. പക്ഷേ ഹയർ സെക്കൻഡറി സിലബസ് കയറുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹയർ സെക്കൻഡറിയിലോട്ട് കയറുമ്പോൾ മാത്രം അതിനെപ്പറ്റി വിചാരിച്ചാൽ പോരാ. നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങണം. ആ ബേസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് ആരംഭിക്കണം? ഒരു പക്ഷേ ട്രെൻഡുകൾ മാറി വരുവാണ്. നമ്മളൊരു കുറച്ചു കാലം മുമ്പ് വരെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് നമ്മൾ +1 കയറുന്നു, അപ്പോൾ നമ്മളൊരു കോർ സബ്ജക്റ്റ് എടുക്കുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു, പിന്നെ അങ്ങോട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താം. ഒരുപക്ഷെ അന്ന് എത്താമായിരുന്നു. കാരണം ഒന്ന് കോമ്പറ്റീഷൻ കുറവാണ്, പിന്നെ പരീക്ഷയുടെ ആ ഒരു പാറ്റേണിലേക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ ഇൻറ്റൻസിറ്റി കൂടി, പരീക്ഷയുടെ പാറ്റേണിൽ വ്യത്യാസമായി. വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിനെ ചെക്ക് ചെയ്യുന്ന +2 കാര്യം മാത്രമല്ല, ബേസ് തൊട്ടാണ്. നിങ്ങൾ ലോവർ ക്ലാസ്സുകളിൽ എന്തൊക്കെ പഠിച്ചു, ലോവർ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ +2 അപ്ലൈ ചെയ്യുന്നു, അതെല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസുകൾ ഫ്രെയിം ചെയ്യുക. സ്വാഭാവികമായിട്ടും ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരോ കോഴ്സിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതെങ്കിലും നമുക്കത് ശരിക്കും ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ താഴെ തൊട്ട് തന്നെ അതിൻ്റെ ഒരു ബേസ് ഇടണം. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമ്മളൊരു 6-7 ക്ലാസ്സിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു ബേസ് ഇട്ട് പോവുക. ശരിക്കും അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമാണ് ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ്. അത് എത്ര ലോവർ ക്ലാസ്സിൽ നിന്ന് ആരംഭിക്കാമോ അത്രയും നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 6ാം ക്ലാസ് ആകുമ്പോൾ തന്നെ നമ്മൾ സയൻസ് സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പുസ്തകങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ നമ്മൾ ഹയർ സെക്കൻഡറി സിലബസ് പഠിക്കാൻ പോകുന്ന ചില ബ്രാഞ്ചസുകളുടെ പേരോ ചില ചാപ്റ്ററുകളുടെ പേരോ ഒക്കെ ഒന്ന് കേട്ടിട്ട് അതിനനുസൃതമായിട്ടൊന്ന് ബേസിട്ട് പഠിച്ചു പോയാൽ നമ്മൾ ഓരോ ക്ലാസ് ചെല്ലും തോറും നമ്മൾ കൂടുതൽ +2 ടോപ്പിക്ക് നമ്മൾ അടുക്കുകയായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് +1 +2 ചെന്ന് കഴിയുമ്പം നമുക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പം കിട്ടുകയായി. തന്നെയുമല്ല, നമുക്ക് 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നും കിട്ടേണ്ട ചില ബേസ് ഉണ്ട്, ചില ബേസ് പോയിൻറ്റ്സ്. അത് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ IIT എയിംസ് മേഖലയിൽ നല്ല പെർഫോമൻസ് ചെയ്ത കുട്ടികളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവരെല്ലാവരും തന്നെ ഒരു 7ാം ക്ലാസ് തൊട്ടെങ്കിലും, പലരും 6ാം ക്ലാസ് തൊട്ട് തന്നെ ഈ ഫൗണ്ടേഷൻ സ്ട്രീമിൽ പങ്കെടുത്ത് വിജയിച്ച് വന്നവരാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു കുട്ടിയുടെ പേരൻ്റാണ്. അപ്പം എൻ്റെ മോന് ആഷിഖ് സ്റ്റെന്നി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഇവിടെ 6ാം ക്ലാസ് തൊട്ട് തന്നെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്ന സ്റ്റുഡൻ്റാണ്. അവനത് കഴിഞ്ഞ് +1 +2 പഠിച്ചു. +1 +2 നല്ലപോലെ പെർഫോം ചെയ്തു. IIT പരീക്ഷ എഴുതി. JEE മെയിൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ നിന്ന് 100% മാർക്കോടുകൂടി ഫസ്റ്റ് റാങ്ക് വരാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് അവന് +1 +2 കിട്ടിയ ഇൻഫർമേഷൻ മാത്രമല്ല, ലോവർ ക്ലാസ്. അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ ശരിക്കും ഇട്ടുപോയില്ലെങ്കിൽ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +1 +2 വരുമ്പം ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കാര്യം നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ബേസായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബയോളജി ഫാക്കൽറ്റി ആയതുകൊണ്ട് നമ്മൾ ബയോളജിയിൽ +1 വരുമ്പോൾ പഠിക്കുന്ന നിരവധി ചാപ്റ്ററുകളിൽ ഒന്നാണ് സെൽ സൈക്കിൾ എന്നൊരു ചാപ്റ്റർ. ഈ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സെൽ ഡിവിഷനായ മൈറ്റോസിസ് മിയോസിസ് ആണ്. അതിൻ്റെ എല്ലാ ഫേസുകളും ഡീറ്റെയിൽ ആണ് നമുക്ക് പടം വരച്ച് പഠിക്കാനുണ്ട് +1. പക്ഷേ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സെല്ലിൻ്റെ അകത്ത് വരുന്ന ചില കാര്യങ്ങളാണ്. സെല്ലിൻ്റെ അടിസ്ഥാനപരമായ സ്ട്രക്ചർ എന്താണ്, അതിനകത്തിരിക്കുന്ന പ്രോട്ടോപ്ലാസത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനകത്ത് ഏതൊക്കെ ഓർഗനൽസുകളുണ്ട്, അതിനകത്ത് ഏതൊക്കെ സെൽ ഡിവിഷൻ നടത്താൻ വേണം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ശരിക്കും +1 അതൊക്കെ നമ്മളൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ +1 ഈ സെൽ സൈക്കിൾ പഠിക്കുമ്പോൾ എന്താ എളുപ്പമെന്നറിയാം. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം. അതുപോലെ +2 നമുക്ക് ജെനറ്റിക്സ് പഠിക്കാനുണ്ട്. ബയോളജിയുടെ ഒരു ക്ലാസിക്കൽ ചാപ്റ്ററാണത്. ആ ചാപ്റ്റർ നമ്മൾ ഒരുപാട് ഹയർ ലെവൽ കാര്യങ്ങൾ അവിടെ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ബേസ് എന്ന് പറയുന്നത് ഈ ജീൻ എന്ന് പറയുന്ന ഒരു സാധനം അത് ശരിക്കും എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് ബേസ് ഇട്ട് പഠിക്കുന്നത് 7ലും 8ലും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ +2 വന്ന് ജെനറ്റിക്സ് പഠിക്കുമ്പോൾ ഒത്തിരി എളുപ്പമാണ്.
അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കും, നമ്മൾ +1 +2 വരുമ്പോൾ നമ്മളവിടെ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിലും ചില കണ്ടൻസുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ലോവർ ക്ലാസ്സുകളിൽ നിന്ന് ഒരു അറിവ് കിട്ടിയാൽ നമുക്ക് പഠിക്കാൻ അത് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി കഴിഞ്ഞ് നമ്മൾ IIT പോയാലും എയിംസിലേക്ക് പോയാലും അവിടെ നല്ല പെർഫോമൻസ് നടത്തണമെങ്കിൽ നമുക്ക് ബേസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ +1 കയറിയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. നമുക്കറിയാമല്ലോ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുക. അപ്പോൾ നല്ലൊരു തുടക്കം എന്ന് പറയുന്ന പകുതി തീർന്നതിന് തുല്യ. അപ്പോൾ അതായത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ 10 വരെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ ഹയർ സെക്കൻഡറി പഠനത്തിൻ്റെ പകുതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് എൻ്റെ സക്സസ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ പഠിക്കാതെ ഹയർ സെക്കൻഡറി കയറിയാൽ നമ്മൾ +1 +2 പഠിക്കുന്ന ടോപ്പിക്കുകളെല്ലാം പുതിയ കാര്യമായിട്ട് തോന്നും. അപ്പോൾ വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഫൗണ്ടേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ +1 +2 പഠിക്കുന്നതിൻ്റെ ഒരു 40% കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ +1 +2 പഠിക്കുമ്പോൾ ആ പഠനം നമ്മളെ എളുപ്പമാക്കാൻ അത് 2 ആംഗിളിൽ +1 +2 പഠിക്കുമ്പോൾ ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ബോർഡ് എക്സാമിനേഷൻ എഴുതുക, അവിടെ നമുക്ക് നല്ല മാർക്ക് വേണം. രണ്ടാമതെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞുള്ള എൻട്രൻസ് പരീക്ഷകൾ, അത് IIT ആകാം എയിംസ് ആകാം, അതെഴുതുന്ന നല്ല റാങ്ക് മേടിക്കുക. ഇത് രണ്ടും നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ നമുക്ക് ലോവർ ക്ലാസ്സുകളിൽ എത്തുന്നത് ബേസ്. ഞാൻ പറഞ്ഞ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. സോ യു മസ്റ്റ് ഹാവ് എ ഗുഡ് ബിഗിനിങ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പ്രോഗ്രാം ഇൻ ദ ഇന്ത്യ എന്ന് ഞാൻ പറയും, ഫൗണ്ടേഷൻ പ്രോഗ്രാം ഗോയിങ് ഓൺ ഇൻ ദ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. നമ്മൾ 6ാം ക്ലാസ് തൊട്ട് തന്നെ അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ കയറിപ്പോകും. തന്നെയല്ല നമ്മുടെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടുവാണ്. 6ാം ക്ലാസ്സിൽ കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലേക്കുള്ള ബേസാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ 8ലും 9ലും വരുന്ന ബേസാണ്. 8 കിട്ടുന്ന ഇൻഫർമേഷൻ 9നും 10നും വേണ്ടിയാണ്. 9 തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ശരിക്കും +1 +2 ടോപ്പിക്കാണ്. അങ്ങനെ നമ്മൾ ഓരോ ലോവർ ക്ലാസ്സുകളും പഠിച്ച് കയറുമ്പോൾ ഹയർ ക്ലാസ്സിലേക്കുള്ള ഒരു കണക്ഷൻ അത് പ്രോപ്പറായിട്ട് കിട്ടും. നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും സൂപ്പർ പെർഫോമൻസ്. അതുകൊണ്ട് ബേസ് ഇട്ട് പഠിക്കാൻ ഫൗണ്ടേഷനിലൂടെ +2 +1 ടോപ്പിക്ക് നല്ല ബേസ് ഇടാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്ന ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. അതിന് സക്സസ്സിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ മോൻ തന്നെ അതിന് ഉദാഹരണമാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് എയിംസിലും IIT ഒക്കെ സക്സസ് ആയിട്ടുള്ള കുട്ടികളുടെ ചരിത്രം എടുത്ത് നോക്കുക. +2 നല്ല മാർക്ക് മേടിച്ചിരിക്കുന്ന പിള്ളേരെ എടുത്ത് നോക്കുക. ഇവരെല്ലാം ഈ ഫൗണ്ടേഷനിലൂടെ വളർന്നു കയറി വന്നവരാണ്. അങ്ങനെ പഠിച്ചു വളർന്ന് മിടുക്കരാകാൻ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ യാത്ര ആരംഭിക്കാം. അതുകൊണ്ട് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും സമർപ്പിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.